പരീക്ഷകൾ ഞാൻ സാറ് തന്നിട്ടുള്ള ഒരു എക്സാമായിട്ട് 9 മാസം വിട്ടിട്ടുള്ള 116 എക്സാം ഇപ്പോഴും എൻ്റെ ബുക്കിലുണ്ട്. ഹോപ്പ് നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇതുപോലെ ഞാൻ ഫസ്റ്റ് എക്സാം ജസ്റ്റ് ഒന്ന് വെറുതെ എഴുതി നോക്കുകയുള്ളൂ. HDC കഴിഞ്ഞോണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ട് ഒരു 0.5 പോയ ആളാണ് ഞാൻ. അപ്പോൾ ഒരു 0.5 മുകളിൽ പോകാമെന്ന് പറയുമ്പോൾ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് പോകുമ്പോൾ അതൊരു വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വിട്ടിട്ട് വീണ്ടും ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ. ഞാൻ 5 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒന്നും കൂടി ഒന്ന് എഴുതി നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ റാങ്കിലേക്ക് വരണത്. അപ്പോൾ ഹോപ്പ് വിടാതിരിക്കുക. സഹകാരി ഇന്നത്തെ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹയുടെ വീട്ടിലാണ്. അപ്പോൾ സ്നേഹയെ നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. നമ്മളിപ്പോൾ നിരന്തരം സക്സസ് സ്റ്റോറീസ് 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഒരു പിടി 1 റാങ്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 5 കൂടുതലല്ലേ. 2023 പഠിച്ചു തുടങ്ങി, ഇപ്പോൾ 25 ജാനുവരി എത്തി നിൽക്കും. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നു. ആദ്യത്തെ 8 മാസം പ്രിപ്പറേഷനുള്ളിൽ കൊണ്ട് തന്നെ ആദ്യമായിട്ട് 1 റാങ്കുകളിലേക്ക് വന്നു തുടങ്ങിയ ആളാണ് നമ്മുടെ സ്നേഹ. അപ്പോൾ സ്നേഹയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് വെരി വെരി വാല്യുബിൾ. മാത്രമല്ല നമ്മുടെ എങ്ങനെയാണ് മോളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത്? ആക്ച്വലി ഫോർ ദ ഫസ്റ്റ് ടൈം സ്ഥാപനത്തിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എൻ്റെ ഒരു അധ്യാപിക ഉണ്ടായിരുന്നു, HDC പഠിപ്പിച്ച അധ്യാപിക. അയാൾ കേസ്കാട് ബാങ്ക് അസിസ്റ്റന്റ് മാനേജറിൽ ഫസ്റ്റ് റാങ്ക് നേടി. അപ്പോൾ ആളെവിടെയാണ് പഠിച്ചത് എന്ന് ചോദിച്ച് ആ ഒരു ഇതിൽ തന്നെ റൂട്ടിൽ തന്നെ പോവാന്ന് കരുതിയിട്ടാണ് സഹകാരിയിലേക്ക് വന്നത്. സഹകാരിയുടെ ആദ്യത്തെ റിസൾട്ടാണ് ഈ പറഞ്ഞ വ്യക്തി കേട്ടോ. ആരാണ്? നീതു എന്ന് പറയുന്ന ആള്. കാര്യം സഹകാരി എന്ന സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത കോഴ്സാണ് കേസ്കാട് ബാങ്ക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ കോഴ്സ്. വളരെ കുറച്ച് ആൾക്കാർ, ഒരു 100 ചില്ലുവാനം കുട്ടികൾ മാത്രമാണ് നമ്മുടെ സ്ഥാപനത്തിൽ അന്ന് ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നമുക്ക് കിട്ടിയ ഒരു ജം എന്ന് പറയുമ്പോൾ ഏകദേശം 10ഓളം പേരെ നമുക്ക് ആ ഒരു ചെറിയ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റി. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയ ആളാണ് സ്നേഹയെ സജസ്റ്റ് ചെയ്തല്ലേ നമ്മുടെ നീതുവും പറഞ്ഞ പോലെ തൃശ്ശൂർ സ്വദേശി തന്നെയാണ്. എന്തായാലും നീതുവിൻ്റെ സജഷൻ മോശമായില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എത്ര പേരാണ് നമ്മുടെ എങ്കിലും വന്ന ഗ്രൂപ്പായിട്ട്? ഞങ്ങളുടെ HDC ബാച്ചിൽ ഉണ്ടായ 10-25 പേരോളം അന്ന് സഹകാരിയിൽ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ മെന്റർഷിപ്പിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് മെന്റർഷിപ്പ് എക്സ്പീരിയൻസ്. മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നിയത്. കാരണം ക്ലാസ്സുകൾ ഉണ്ടാവും, അത് എഴുതി പഠിക്കണം. പ്രിൻ്റ് ഔട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് സെൽഫായിട്ട് നോട്ട് തയ്യാറാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അപ്പോൾ അങ്ങനെ ചെയ്തു വരും. അപ്പോൾ അതിൻ്റെ ഒരു ലാഗ് വന്നിരുന്നു എനിക്ക്. പിന്നെ വീക്ക്ലി എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ മാർക്ക് കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത സാറ് സന്ദീപ് സാർ തന്നെയാണ്. കാരണം നല്ലപോലെ ഫയർ ഔട്ട് ചെയ്യും. എനിക്ക് ആദ്യമൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഫയർ ഔട്ട് ഞാനിപ്പോൾ ഓരോ ഇത് റാങ്ക് കിട്ടുമ്പോൾ ഞാൻ സാറിനെ വിളിക്കാറുണ്ട്. സാർ അന്നത്തെ സാർ ഇപ്പോൾ സ്ഥാപനം വിട്ടു എന്ന് പറഞ്ഞാൽ പോലും സാറിനെ ഞാൻ ഇപ്പോഴും വിളിക്കാറുണ്ട്. സാർ ഇപ്പോഴും കൺഗ്രാറ്റ്സും കാര്യങ്ങളൊക്കെ അയക്കില്ലുണ്ട്. സന്ദീപ് നമ്മുടെ ആദ്യം നമ്മൾ മെന്റർഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്താണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് സന്ദീപ് വരുന്നത്. സന്ദീപിനെ സംബന്ധിച്ച് സന്ദീപിന് PSC മേഖലയിലും മറ്റ് SSC മേഖലയിലും എക്സ്പീരിയൻസ് ആയ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഒത്തിരി കുട്ടികളെ നല്ല രീതിക്ക് ഒന്ന് മോൾഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന മെന്റേഴ്സ് സനോജ് അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ സനോജ് സാർ മെന്റർ ആയിട്ടല്ല, പക്ഷെ ഒരു ഫ്രണ്ടിനെ പോലെ ആളും കൂടി ഒരു ദിവസം ഹായ് വിടുകയാണ്. പക്ഷെ ആ ഹായ് എന്ന് പറയുന്നത് എൻ്റെ GK എന്നുള്ളൊരു മേഖല മാറ്റിമറിച്ചൊരു വ്യക്തിയാണ്. ഒന്നും ഉണ്ടായിരുന്നില്ല GK എന്നുള്ളത്. സബ്ജക്റ്റിൽ കുറച്ച് നോളേജ് ഉണ്ട്, പക്ഷെ GK എന്നും ഒരു 1 അവർ ക്ലാസ് പോലെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പോലും ആളിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് എഴുതി വെച്ചിട്ട് കുറേ പക്ഷെ ആള് വളരെ ഹൈറ്റിലുള്ള ആൾ നിൽക്കണമെന്ന് ആലോചിക്കുമ്പോൾ വല്ല സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ സനോജിന്റെ കാര്യവും മെൻഷൻ ചെയ്ത് പോകണം. കാര്യം എന്ന് പറയുമ്പോൾ സനോജിന്റെ സക്സസ് സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതിന് മുന്നേ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഞാൻ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാം. സനോജ് എന്ന് പറയുമ്പോൾ കാസർഗോഡ് നിന്നും നേരെ സഹകാരിയിലേക്ക് വന്നിട്ട് ഇനി ആ അഡ്വൈസ് കൊണ്ട് മാത്രമേ പോകുള്ളൂ തീരുമാനിച്ചുറപ്പിച്ച് വന്നിട്ട് 2 അഡ്വൈസ് മേടിച്ച് ബാക്കി 2 റാങ്ക് ലിസ്റ്റിലും സെറ്റായിട്ട് പോകുന്ന ആളാണ് സനോജ്. അപ്പോൾ അതിനോടൊപ്പം സനോജ് മെന്റർഷിപ്പ് സഹകാരിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പല വഴികളിലൂടെ, വെബിനാറുകളിലൂടെയാണെന്നുണ്ടെങ്കിലും ലൈവ് ക്ലാസ്സുകളിലൂടെയാണെന്നുണ്ടെങ്കിലും മെന്റർഷിപ്പിലൂടെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കൃത്യമായിട്ട് സമ്മതിക്കുമ്പോഴത്തേക്കും നിങ്ങളത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക എന്നുള്ള എല്ലാവരും അത് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ പരീക്ഷകൾ എഴുതുന്ന കാര്യത്തിൽ അല്ലേ സ്നേഹ?
പരീക്ഷകൾ ഞാൻ സാറ് തന്നിട്ടുള്ള ഒരു എക്സാം ആയിട്ട് 9 മാസം വിട്ടിട്ടുള്ള 116 എക്സാം ഇപ്പോൾ എൻ്റെ ബുക്കിലുണ്ട്. 116 എക്സാം അറ്റൻഡ് ചെയ്ത് 110 ആ എക്സാംസിൻ്റെ ഫുൾ എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെക്കുമായിരുന്നു. ഓരോ എക്സാംസിന് പോകുമ്പോൾ അത് മുഴുവൻ വായിച്ച് കവർ ചെയ്തിട്ടേ പോകാം. ആ ഒരു സംഭവമാണ് എനിക്ക് സ്പീഡ് വരാനുള്ള. പ്രത്യേകിച്ച് മാത്സിൻ്റെ സാറ് നിതിൻ സാറിന് ഞാൻ ജാനുവരി 1-ാം തീയതി വരെ വിളിച്ചിട്ടുണ്ട്. സാർ മോളെ ഞാൻ ജാനുവരി 1-ാം തീയതിയാണ് ഒന്ന് ആഘോഷിച്ചോട്ടെ ഒന്ന് വിട്ട് എന്നൊക്കെ ചോദിച്ച് അത്രയധികം ഞാൻ സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഓരോ രാത്രി പകൽ എപ്പോഴാണ് ഡൗട്ട് വരണമെന്ന് ഞാൻ സമയമൊന്നും നോക്കാറില്ല, അപ്പം എന്നെ വിളിക്കും. സാർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഓരോ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ചെയ്തിട്ട് അയച്ചു തരും. അതിൻ്റെ ഒപ്പം ഒരു നോട്ടും ഒരു വീഡിയോ ക്ലിപ്പും അല്ലെങ്കിൽ ചാർജ് ചെയ്തൊരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പ് ഇടും ചെയ്തിട്ടുള്ള ഫോട്ടോ അയച്ചിട്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. കാരണം ഞാൻ BCom മാത്സായിട്ട് ബന്ധമില്ല, +2 മാത്സായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, കൊമേഴ്സ് മാത്സ് ആണെങ്കിൽ പോലും. അപ്പോൾ സാറ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് രാത്രിയും പകലൊന്നും നോക്കാതെ. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ആൾക്കാരാണ് ഈ മേഖലയുള്ളത്. ഒന്ന് ഇനി വരാൻ നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ വന്നിട്ട് വിട്ടുപോയ ആൾക്കാരുണ്ട് കേട്ടോ. അറിയാമല്ലോ, നിങ്ങളെ കൂടെ വന്ന ആൾക്കാർ തന്നെ അയ്യോ എന്നെ കൊണ്ടത് പറ്റുകയില്ല, നമ്മുടെ വിട്ടുപോയ പലരും ഉണ്ട്. കാര്യം പറ്റുകയില്ല എന്നുള്ളതല്ല, അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനിയുള്ളൊരു ഒരു വളരെ വലിയൊരു ഗ്രൂപ്പുണ്ട് നമ്മുടെ, പ്രധാനമായിട്ട് നമ്മുടെ നമ്മുടെ ഇപ്പോൾ ആവേശം 2.0 പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് അതിൻ്റെ മെൻറ്റർഷിപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ അങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ സഹകാരിയിൽ ഒരു 10-100 പേര് പഠിക്കുന്നുണ്ടെങ്കിൽ അതുപോലൊരു ഗ്രൂപ്പ് വലുതായി പുറത്ത് നിൽപ്പുണ്ട് അല്ലേ, പഠിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ഹോപ്പാണ് സ്നേഹി കൊടുക്കാനുള്ളത്? അവർ പലരും ഹോപ്പ് നഷ്ടപ്പെട്ട അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഹോപ്പ് നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇതുപോലെ ഞാൻ ഫസ്റ്റ് എക്സാം ജസ്റ്റ് അത് വെറുതെ എഴുതി നോക്കുള്ളൂ. HDC കഴിഞ്ഞോണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ട് ഒരു 0.5 പോയ ആളാണ് ഞാൻ. അപ്പോൾ ഒരു 0.5 മുകളിൽ പോവാന്ന് പറയുമ്പോൾ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് പോകുമ്പോൾ അതൊരു വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വിട്ടിട്ട് വീണ്ടും ടീച്ചിങ് ഫീൽഡിലേക്ക് പോവാം. ഞാൻ 5 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒന്നും കൂടി ഒന്ന് എഴുതി നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ റാങ്കിലേക്ക് വരണത്. അപ്പോൾ ഹോപ്പ് വിടാതിരിക്കുക, കണ്ടിന്യൂസ് റിവിഷൻ. ഞാനൊരു എക്സാം എഴുതി കഴിഞ്ഞ് വീട്ടിൽ വന്ന് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ബോർഡർ കടക്കില്ല എന്ന് തോന്നിയാൽ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അതൊക്കെ മാറ്റി വെച്ച് 2ാമത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിലൊരു ഡെസ്പായിരിക്കുന്ന ഒരു പണിയില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സക്സസ് പോയിന്റ്. പിന്നെ എക്സാംസ് ഒന്നും മിസ് ചെയ്യില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും എക്സാംസ് എന്തെങ്കിലും കാരണവശാൽ മിസ് ചെയ്താലും ഒരു ഡേറ്റ് വെച്ച് ആ ഡേറ്റ് അതിനുള്ളിൽ തീർത്തിട്ടാണ്. അങ്ങനെ കുറച്ച് ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 6 മാസത്തോളം ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാറോട് നേരത്തെ പറഞ്ഞ പോലെ പരിപാടികൾക്കൊന്നും പുറത്തൊന്നും പോവാതെ ഹാർഡ് വർക്ക്. ഇതിനകത്തും നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ സ്നേഹയുടെ വായിൽ നിങ്ങൾ വന്നു, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. എന്തായാലും ജോലി കിട്ടുന്നത് വരെ, ജോലി കിട്ടി ആദ്യത്തെ ഒപ്പിട്ട് ഉറപ്പാക്കുന്നവരെ പഠനം കണ്ടിന്യൂ എന്നുള്ളത്. പക്ഷേ ഇവരൊക്കെ ഇപ്പോഴും പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇനിയും ഹൈറ്റ്സിലേക്ക് എത്താനുണ്ട് അല്ലേ സ്നേഹ? വൺസ് നമ്മൾ ആ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഈസിയാണ്. പിന്നെ നമുക്ക് അടുത്ത ഹൈറ്റ്സിലേക്ക് എത്തണം എന്നുള്ളത് ഒരു ഇൻട്യൂഷൻ നമ്മുടെ മനസ്സിൽ ഓൾറെഡി വരും. നമ്മൾ പല വഴിയിലൂടെ വന്ന ആൾക്കാരാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടി ഒരു പ്രാവശ്യവും ഒരു കാര്യവും പഠിച്ച് തീർത്തിട്ടുണ്ടാകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ മറ്റാർക്ക് വേണ്ടിയിട്ടോ പരീക്ഷ പാസ്സാക്കാൻ വേണ്ടിയിട്ടോ നാട്ടുകാരെന്തെങ്കിലും പറയുമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. പക്ഷേ ഇനിയുള്ള നമ്മുടെ ഈ ജോലിക്ക് വേണ്ടിയുള്ള പഠനം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് വേണ്ടി മാത്രമുള്ള പഠനമാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തലാണ്. അങ്ങനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താരതമ്യേന ഈസിയാണ്, അതങ്ങ് പൊക്കോളും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. സ്നേഹ, അപ്പോൾ കണ്ടേ വളരെ സന്തോഷം. ട്രിവാൻഡ്രത്ത് വിളിക്കണം.